നമസ്കാരം, വെൽക്കം ബാക്ക് ടു വല്ലു ഫുട്ബോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർസണൽ മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരിക്കും പറഞ്ഞ ഒരു സിനിമയൊക്കെ കണ്ട ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മത്സരമാണ്. ഞാൻ വിചാരിച്ചു ആർസണൽ 2-1 ജയിച്ചു, കാരണം ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിലേക്ക് കളി എത്തി. പക്ഷേ അപ്പോഴാണ് ഒരു വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സിറ്റി കളിയിലേക്ക് തിരിച്ചു വരുന്നു. 2-2 എന്നുള്ള സമനിലയിൽ കളി അവസാനിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ മത്സരത്തെ പറ്റി പറയാനുണ്ട്. കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ വേറെ ആരുമല്ല, ഹാളണ്ടിന്റെ ഒരു കിടിലൻ ഗോൾ. ഇവിടെ സവീഞ്ഞയുടെ ആ ഒരു പാസ് എടുത്തു പറയണം. പുള്ളി കലഫീറിയെ റൈറ്റ് വിങ്ങിൽ നിന്ന് കബളിപ്പിച്ചുകൊണ്ടാണ് മിഡ്ഫീൽഡിലേക്ക് കയറി വന്ന് ഈ ഒരു പാസ് കൊടുക്കുന്നത്. അടിപൊളി ഫിനിഷോടെ ഹാളണ്ട് 1-0 ലീഡിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അധികം വൈകാതെ കലഫിയറി തന്നെ ഈ ഒരു മിസ്റ്റേക്ക് തിരുത്തി എന്ന് പറയേണ്ടി വരും. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് പുള്ളി കിട്ടിയ ഒരു പന്ത് ഒരു അടിപൊളി ഷോട്ടോടെ ആർസണലിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 1-1 രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് സമനിലയിലേക്ക് എത്തി. എന്നാൽ എടുത്തു പറയേണ്ടത് രണ്ട് സൈഡിലും ചാൻസുകൾ ഉണ്ടായിരുന്നു. ബെർണാർഡോ സിൽവ ആയാലും ഗുണ്ടുവൻ ആയാലും മിഡ്ഫീൽഡിൽ നിന്നൊക്കെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിന് തൊട്ട് മുമ്പാണ് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന്, സെറ്റ് പീസ് എന്ന് വന്നൊരു പന്ത് ഗബ്രിയേലിന്റെ ഒരു അടിപൊളി ഹെഡറോടെ ആർസണൽ 2-1 ലീഡിലേക്ക് എത്തി. ഇവിടെ കഴിഞ്ഞ മത്സരത്തിലും ഗബ്രിയേൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിലും പുള്ളിയെ മാർക്ക് ചെയ്യാൻ മാൻസിറ്റി പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹെഡർ ആയിരുന്നു. അങ്ങനെ ലീഡിലേക്ക് ആർസണൽ എത്തുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്, മൈക്കിൾ ഒലിവർ ട്രൊസാർഡിന് ബെർണാർഡോ സിൽവയെ ഫൗൾ ചെയ്തതിന്റെ പേരിൽ മറ്റൊരു യെല്ലോ കാർഡ് കൊടുക്കുന്നു. ഇപ്പൊ കളിക്ക് ശേഷം ഞാൻ കേട്ടത് ആ ഒരു ഫൗളിനല്ല യെല്ലോ കാർഡ് കൊടുത്തത്, ബോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് യെല്ലോ കാർഡ് കൊടുത്തത് എന്നുള്ളൊരു ന്യൂസ് ഞാൻ കേട്ടു. ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്നിരുന്നാലും വളരെ ഹാഷായിട്ടുള്ള ഒരു കോൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ മത്സരത്തിൽ തന്നെ 1-2 അതുപോലുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഡോക്കുവിന്റെ ആ ഇൻസിഡന്റ് നിങ്ങൾ കണ്ടു കാണും. പുള്ളിക്ക് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലുള്ള പല ഓപ്പർച്യൂണിറ്റികളും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ചില മത്സരങ്ങളിൽ യെല്ലോ കാർഡ് കൊടുക്കാറുണ്ട്, ചില മത്സരങ്ങൾ കൊടുക്കാറില്ല. പക്ഷെ സെക്കൻഡ് യെല്ലോ കൊടുക്കേണ്ട ഇൻസിഡന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു കോൾ ആയിരുന്നു. അതോടുകൂടി കളി മറ്റൊരു ലെവലിലേക്ക് പോയി. സെക്കൻഡ് ഹാഫിൽ 10 പേരോടെ ആർസണൽ ഇറങ്ങി. പലപ്പോഴും അവർ കളിച്ചിട്ടുള്ളത് ഒരു 6-3 എന്നുള്ള ഒരു കോമ്പിനേഷനിലാണ്. ചിലപ്പോ 7 പ്ലേയേഴ്സ് ഡിഫൻസിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടു. സിറ്റി നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടി. അവർ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഗോൾ അടിക്കാൻ വിഷമിക്കുന്ന ഒരു സിറ്റി ടീമിനെ നമ്മൾ കണ്ടു. പണ്ട് മറീനിയോ ഒക്കെ ബസ് പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ടായിരുന്നു, അതിനേക്കാളും വലിയൊരു ഡബിൾ ഡെക്കർ ബസ്സാണ് ആർട്ടറ്റ സെക്കൻഡ് ഹാഫിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. 26ഓളം ചാൻസുകൾ സെക്കൻഡ് ഹാഫിൽ മാൻസിറ്റി ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അവസാന നിമിഷം വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു ഒരു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ക്രെഡിറ്റ് ടു ആർസണൽ ഡിഫൻസ് ടീം. ഗബ്രിയേൽ ആയാലും മറ്റു പ്ലേയേഴ്സ് ആയാലും ഒരു കിഡിലൻ ഡിഫൻസീവ് പെർഫോമൻസ് അവർ കാഴ്ചവെച്ചു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയാം, സിറ്റിക്ക് ഒരു ഹാഫ് ചാൻസ് കിട്ടിയാൽ അവർ കൺവേർട്ട് ചെയ്യും. അങ്ങനെ കളി മുമ്പോട്ട് പോയി. 90 മിനിറ്റ്സ് കഴിഞ്ഞു. ഇഞ്ചുറി ടൈമിലേക്ക് കളി വന്നു. ഇഞ്ചുറി ടൈമിൽ ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു കളി അവസാനിക്കാനായി. അത്രയ്ക്കും കോംപ്ലക്സ് ആയിട്ടാണ് ആർസണൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനു മുമ്പ് പെപ് ഗാർഡിയോള നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഗ്രീലിഷിനെയും ജോൺസിനെയും ടീമിലേക്ക് എത്തിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ ഗോളിൽ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. എനിക്ക് തോന്നുന്നു കളിയുടെ ലാസ്റ്റ് സെറ്റ് പീസിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സിറ്റി കൺവേർട്ട് ചെയ്യുന്നത്. ഒരു കോർണർ ആയിരുന്നു. ഈ കോർണർ വളരെ കൃത്യമായിട്ട് സിറ്റി എടുക്കുന്നു. ഗ്രീൻലിഷ് ഒരു ബോളുമായിട്ട് ബോക്സിലേക്ക് എത്തുന്നു. എനിക്ക് തോന്നുന്നു ആർസണൽ ആ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ റിയാക്ട് ചെയ്തില്ല. പുള്ളിയെ ബോക്സിലേക്ക് വരാൻ അനുവദിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്ന് മിഡ്ഫീൽഡിലേക്ക് ഒരു പാസ് കൊടുക്കുന്നു. ഇത് ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിക്കാനായിട്ട് പ്ലെയർ ട്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ ഡിഫ്ലക്ഷനോടെ ബോള് ജോൺ സ്റ്റോൺസിന്റെ കയ്യിലേക്ക് എത്തുന്നു. ഒരു ഡിഫ്ലക്ഷനോടെ ഗോൾ പോസ്റ്റിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ 2-2 സ്കോറിലേക്ക് മാൻസിറ്റി വരികയാണ്. ഇതിനു മുമ്പ് ബോക്സിന് പുറത്ത് വെച്ച് ഒരുപാട് ഷോട്ടുകൾ സിറ്റി എടുക്കുന്നുണ്ടായിരുന്നു. കോച്ചിച്ച് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. റൂബൻ ഡിയാസ് ട്രൈ ചെയ്തു. പക്ഷെ ഒന്നുപോലും ടാർഗറ്റിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇവിടെ ഡേവിഡ് റായയുടെ പെർഫോമൻസ് എടുത്തു പറയണം. പുള്ളിയുടെ അൺബിലീവബിൾ ആയിട്ടുള്ള 3-4 സേവുകൾ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഡിഫ്ലക്ഷനോടെ ആ പന്ത് കയറിയില്ലായിരുന്നെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും രായ സേവ് ചെയ്യായിരുന്നു.
ബാഡ് ലക്ക് ടു ആഴ്സണൽ, 3 പോയിന്റ് കിട്ടുന്ന ഒരു കളി തന്നെയായിരുന്നു. പക്ഷേ അവസാന നിമിഷം ചെറിയൊരു ലക്കോടെ ആ ബോള് പോസ്റ്റിലേക്ക് എത്തിക്കാൻ മാൻ സിറ്റിക്ക് കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ് ശരിയാണോ എന്ന് താഴെ കമന്റിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.